എല്ലാവരും സ്ക്രീനിൽ നടക്കുന്ന സംഭവം ഒന്ന് നോക്കുക. ഒരു സ്ക്രീൻ പൊളിക്കുന്ന ചിത്രമാണ് കണ്ടത്. ഈ ചിത്രം കുറച്ച് ദിവസമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് ആമുഖമായിട്ട് ഈ ചിത്രം ഉപയോഗിച്ചത്, ഈ ചിത്രം എവിടെ നിന്ന് വന്നതാണ് എന്നതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ഏറെക്കുറെ ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ വിഷയം ദീനും ദുനിയാവുമാണ്. ദീൻ പൊളിയുന്നതിൻ്റെ ചിത്രമാണ് ആ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ ലോകമെമ്പാടും ദീൻ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു നേർചിത്രമാണ് നിങ്ങൾ കണ്ടത്. ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ സമരത്തിൻ്റെ ഭാഗമായി ഇറാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിൽ അഥവാ ഭക്ഷണശാലയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിക്കാൻ വേണ്ടി നടുവിൽ വെച്ചിരുന്ന ഹിജാബ് ആണ് പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികൾ തല്ലിപ്പൊളിക്കുന്നത്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഹിജാബ് സമരം അക്ഷരാർത്ഥത്തിൽ തന്നെ ഇസ്ലാം എന്ന മതത്തിനെതിരായിട്ടുള്ള സമരമാണ്. അത് ഇറാനിൽ മാത്രമല്ല, ഇന്നലെ നമ്മൾ കേട്ടത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഈ സമരം പെൺകുട്ടികളടക്കം വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നാണ്. എന്താണ് ദീന്, എന്താണ് ദുനിയാവ്? ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നാണ് അതിൻ്റെ വിവക്ഷിത അർത്ഥം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകം അല്ലെങ്കിൽ ഈ ലോകത്തെ ജീവിതം എന്നാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പൊ ഈ ലോകത്തെ മനുഷ്യന്റെ ജീവിതവും മതവും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടന്നിരുന്നത് എന്നതിനെ സംബന്ധിച്ചും ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ചുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വൈകിയ വേളയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമല്ല, ഇസ്ലാം എന്ന ദീനിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഈറ്റില്ലമായ, അതിൻ്റെ ആസ്ഥാനമായ സൗദി അറേബ്യയിൽ പോലും ഇന്ന് ദീൻ പൊളിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയിലെ പുതിയ ഭരണാധികാരിയായി വന്നിട്ടുള്ള സൽമാൻ ജൂനിയർ രാജകുമാരൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇസ്ലാമിക ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമായിട്ടുള്ള ഹദീസുകളെ മുഴുവനും തള്ളിക്കളയേണ്ടതാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയിലെ രാജകുമാരൻ ഇന്ന് സൗദി അറേബ്യയിൽ പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് തുഗ്ലക്ക് രീതിയിലുള്ള പരിഷ്കാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ജിദ്ദയിലൊക്കെ അതാണ് കാണുന്നത്. ജിദ്ദയിൽ പഴയ നഗരം മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെ എല്ലാം പൊളിച്ചിട്ട് അവിടെ പുതിയ നഗരം പണിയാൻ പോവുകയാണ്. കോടിക്കണക്കിന് ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ പ്രോജക്റ്റാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർത്തിട്ടിരിക്കുകയാണ്. ആ പരിഷ്കാരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ദീൻ പൊളിക്കുന്ന പരിഷ്കാരം കൂടി നടക്കുന്നു. സ്ത്രീകൾക്ക് വാഹനമോടിക്കാൻ ലൈസൻസ് കൊടുത്തിരുന്നില്ല അടുത്ത കാലം വരെ. എന്നാൽ ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയിലെ സ്ത്രീകൾക്കും വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് കൊടുത്തു കഴിഞ്ഞു. അതുവരെ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഡ്രൈവിംഗ് അറിയുന്ന ഒരു മഹറം കൂടെ വേണമായിരുന്നു. മഹറം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കൽ ഹറാമായ ഒരടുത്ത ബന്ധു കൂടെ വേണമായിരുന്നു.
അങ്ങനെ ബന്ധുക്കൾ ആരും ഇല്ലാത്തവർക്ക് അവിടുത്തെ ചില മുഫ്തിമാർ ഒരു സൂത്രം പറഞ്ഞു കൊടുത്ത് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്താണ്. നിങ്ങൾ ഡ്രൈവർക്ക് മുല കൊടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ആ ഡ്രൈവറെ മുലകുടി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മഹറമാക്കിയിട്ട് അയാളെയും കൂട്ടിയിട്ട് വണ്ടി ഓടിക്കാം എന്ന് ചില മുഫ്തിമാർ ഫത്വ കൊടുത്തതൊക്കെ തമാശ രൂപത്തിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റം ഒരു ഭാഗത്ത്. തീർന്നില്ല, സ്ത്രീകൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ കൂടെ ഒരു മഹറം വേണമെന്നതായിരുന്നു ഇസ്ലാമിക നിയമം, സൗദി അറേബ്യയിലെ നിയമം. സ്വന്തം ഭർത്താവ്, അച്ഛൻ, സഹോദരൻ അല്ല ഇവരാരെങ്കിലും ഒരാൾ കൂടെ ഇല്ലാതെ ഒരു സ്ത്രീക്ക് വീട് വിട്ട് ഒരു യാത്ര ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല. എന്നാൽ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ സൗദി അറേബ്യയിൽ ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാൽ മിസ്സിയാർ കല്യാണം എന്ന് പറയുന്ന ഒരു കല്യാണം ഏർപ്പാടാക്കും. പഠിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പഠിത്തം കഴിയുന്നതോടുകൂടി പിരിച്ചുവിടാനുള്ള ഒരു താൽക്കാലിക, ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് ആയിട്ട് ഒരു പുതിയാപ്പളനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് പല പെൺകുട്ടികളും സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു പോയിട്ട് ഉന്നത പഠനമൊക്കെ നടത്തിയിരുന്നത്. എന്നാൽ ഇനി ആ ഗതികേടൊന്നുമില്ല. പുതിയ പരിഷ്കാരം അനുസരിച്ച് സ്ത്രീകൾക്കും മഹ്റമില്ലാതെ യാത്ര ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ദുബായിൽ കഴിഞ്ഞ ഒരു 50 വർഷമായി എന്തൊക്കെ പരിഷ്കാരങ്ങളും പുരോഗതികളുമാണോ കാണപ്പെടുന്നത് അതിലേക്കെല്ലാം കണ്ണുവെച്ചുകൊണ്ട് ദുബായിൽ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൗദി അറേബ്യയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാറുകൾ വന്നു, പബ്ബുകൾ വന്നു, ഡാൻസ് ബാറുകൾ വന്നു, കളികളെല്ലാം വന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആഘോഷങ്ങളും മറ്റു രാജ്യങ്ങളിലുള്ള മറ്റു സമൂഹങ്ങളിൽ നടക്കുന്ന എല്ലാവിധ ആഘോഷങ്ങളും നടത്താനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ ദീൻ പൊളിച്ചു മാറ്റിവെച്ചിട്ട് ദുനിയാവിലേക്ക് ചായുന്ന കാഴ്ചയാണ് സൗദി അറേബ്യയിലടക്കം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ദീനിന്റെ യഥാർത്ഥ അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ദീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് പരിശോധിക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ട മറപൊളിക്കൽ, ഇറാനിൽ നടക്കുന്ന മറപൊളിക്കൽ യഥാർത്ഥത്തിൽ ഒരു സ്ക്രീൻ പൊളിക്കലോ ഒരു മറപൊളിക്കലോ അല്ല, മറിച്ച് അത് ദീൻ പൊളിക്കൽ തന്നെയാണ്. ഇറാനില് ഈ അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല. കുറച്ച് വർഷങ്ങളായിട്ട് ഇറാനിൽ സമാനമായ സംഭവങ്ങൾ നടക്കുകയും ആ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും സമരങ്ങളുമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടക്കാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന നിലക്കാണ് മഹ്സ അമീനിയുടെ സംഭവം ഉണ്ടാവുന്നത്. മഹ്സ അമീനി എന്ന 22-കാരി ചെറുപ്പക്കാരി തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ തട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏതാനും മുടി പുറത്തേക്ക് കണ്ടു എന്നതിൻ്റെ പേരിലാണ് അവിടുത്തെ സദാചാര പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സദാചാര പോലീസ് അല്ല, ഔപചാരികമായ പോലീസ് സേനയുടെ ഭാഗമായി ഗവൺമെന്റ് നിയോഗിച്ച സദാചാര പോലീസ്. ഏതുപോലെ സൗദി അറേബ്യയിൽ ഇപ്പോൾ പിരിച്ചുവിട്ട മുത്തവ പോലീസിന് സമാനമായ ഇറാനിലെ മുത്തവ പോലീസ്. ഈ സദാചാര പോലീസുകാരെ ആ ചെറുപ്പക്കാരിയെ പിടിച്ചുകൊണ്ടുപോയി തലക്കടിക്കുന്നതുൾപ്പെടെയുള്ള മർദ്ദനങ്ങൾക്ക് ഇരയാക്കി. ആ തലക്കടിയേറ്റ മസ്തിഷ്കത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് ആ സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. ഈ സംഭവം ഇറാനിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ജനങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ഇറാനിൽ ജനത ഒന്നടങ്കം, സ്കൂൾ വിദ്യാർത്ഥികൾ തൊട്ട് സമൂഹത്തിലെ എല്ലാ തുറയിലും പെട്ട സ്ത്രീ പുരുഷന്മാരടക്കം എല്ലാ മനുഷ്യരും ഇന്ന് തെരുവിലാണ്. നിരവധി ആളുകളെ വെടിവെച്ച് കൊന്നുകഴിഞ്ഞു. ഇതിനകം ഈ ഭരണം നടത്തുന്ന മതമൗലികവാദികൾ വളരെ ധാർഷ്ട്യത്തോടുകൂടി ഈ പ്രക്ഷോഭത്തെ ആയുധം ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് നിത്യവും സമരം ഇറാന്റെ നഗരവീഥികളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കടക്കം വ്യാപിച്ചുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭമായി പടരുകയും
ഇറാനിലെ ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെല്ലായിടത്തും പരിഷ്കൃത സമൂഹങ്ങളിൽ എല്ലായിടത്തും ആളുകൾ തെരുവിലിറങ്ങുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചെറിയൊരു ഐക്യദാർഢ്യത്തിൻ്റെ പരിപാടി, ഒരു ചെറിയ തട്ടം കത്തിച്ചുകൊണ്ട് നമ്മളും അതിൽ പങ്കുകൊണ്ടത്. കാരണം ഇറാൻ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയതിന് പ്രധാനപ്പെട്ട കാരണം 40 വർഷമായിട്ട് ഇറാനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കിക്കൊണ്ട് ഇസ്ലാമിക മൗലികവാദത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഭരണ സംവിധാനമാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. 979 ഇറാനിലെ പഹ്ലവി ഷായുടെ ചക്രവർത്തി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ വിപ്ലവം നടക്കുന്നത്. ആ വിപ്ലവത്തിന് ആദ്യം തുടക്കം കുറിച്ചത് അയത്തുള്ള ഖൊമൈനിയുടെ ഇസ്ലാമിക സംഘടനയല്ല, ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കമിട്ട സമരം ഒരു ഘട്ടത്തിലേക്ക് വളർന്ന സമയത്ത് അതിനൊപ്പം കൂടുകയായിരുന്നു ആയത്തുള്ള ഖൊമൈനിയും കൂട്ടരും, ഇസ്ലാമിക മൗലികവാദികളായിട്ടുള്ള മറ്റുള്ളവരും. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നടന്ന ഒരു വലിയ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഷാ ചക്രവർത്തിയെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയപ്പോൾ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ ഭരണം പിടിച്ചെടുത്ത ഉടനെ തന്നെ ആദ്യം ആ പ്രക്ഷോഭത്തെ, ആ വിപ്ലവത്തെ ഇസ്ലാമിക മൗലികവാദികൾ ഹൈജാക്ക് ചെയ്തു. അങ്ങനെ ആയത്തുള്ളമാരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭരണം പ്രഖ്യാപിച്ച ഇറാനിൽ 979 ആദ്യം അവർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട നടപടി ആ വിപ്ലവത്തിന് തുടക്കം കുറിച്ച കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ പിടിച്ച് കശാപ്പ് ചെയ്യുകയാണ്. 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ, ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ കൊന്നൊടുക്കുകയും ബാക്കിയുള്ളവരെ ജയിലിലടക്കുകയും ഒരുപാട് പേര് അവിടുന്ന് പലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം അരങ്ങേറുന്നത്. അങ്ങനെ ആരംഭിച്ച ഇസ്ലാമിക ഭരണമാണ് ഇന്ന് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഇറാനിൽ നിന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അവിടെ നിന്ന് ചില സർവേ റിപ്പോർട്ടുകളും മറ്റുമൊക്കെ ശ്രദ്ധിച്ചാൽ അതിൽ മനസ്സിലാവുന്നത് ഇറാനിലെ ജനസംഖ്യയുടെ 50%-ലധികം, പകുതിയിലധികം ആളുകൾ മതം ഉപേക്ഷിച്ച് മുർത്തദ്ദായി കഴിഞ്ഞിരിക്കുന്നുവെന്ന്, എത്തിസ്റ്റുകളായി, പ്രഖ്യാപിത അവിശ്വാസികളായി മാറിയിരിക്കുന്നു എന്ന കണക്കുകളാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. പ്രഖ്യാപിക്കാത്ത മുനാഫിക്കുകളായി നിൽക്കുന്നവരുടെ എണ്ണം അതിനേക്കാളും കൂടുതലും. ഇത് ഇറാനിലെ മാത്രം കാര്യമല്ല. നേരത്തെ പറഞ്ഞ സൗദി അറേബ്യയിലെ രാജാവ് ഇപ്പൊ പരിഷ്കാരങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞല്ലോ, അത് രാജാവിന് മാത്രമുണ്ടായ ഒരു വെളിപാടല്ല. രാജാവ് തൻ്റെ മുമ്പിലുള്ള സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, കാര്യങ്ങളുടെ പോക്ക് മനസ്സിലാക്കിയപ്പോൾ, സമൂഹത്തിൻ്റെ പൾസ് അറിഞ്ഞപ്പോൾ, ഇനി ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ഈ ദീനും ദുനിയാവുമൊക്കെ ഒന്നാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിർബന്ധിത അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് മതമൗലികവാദം ദീർഘനാളായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതും ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ മറുഭാഗത്ത് നടക്കുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത്, ദീൻ പൊളിയുന്നു, മനുഷ്യർ ദീനിനേക്കാൾ ദുനിയാവിലെ ജീവിതത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇത് സംഭവിച്ചത് പ്രധാനമായിട്ടും ആർക്കും ഇരുമ്പ് മറ കെട്ടി അല്ലെങ്കിൽ കരിങ്കൽ മതിലുകൾ കെട്ടിക്കൊണ്ട് പിടിച്ചു നിർത്താനാവാത്ത വിധത്തിൽ വിജ്ഞാന വിപ്ലവം, വിവര സാങ്കേതിക വിപ്ലവം നടന്നു കഴിഞ്ഞതിൻ്റെ ഒരു ഗുണഫലം എന്ന നിലക്കാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകൾക്ക് ആശയവിനിമയം, യഥേഷ്ടം ആശയവിനിമയം നടത്താൻ സാധ്യമായതോടുകൂടി ഒരാശയത്തെയും
ആർക്കും ഇരുമ്പ് മറ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ചേർന്നു. ഇത്രയും കാലം ഈ മതഭീകരവാദവും മതമൗലികവാദവും ലോകമാകെ ഭരണം നടത്തിയിരുന്നത്, ലോകമാകെ ഈ മതാന്ധത പടർത്തിക്കൊണ്ട് നിലനിന്നു പോന്നത് ഇരുമ്പ് മറ ഉപയോഗിച്ചാണ്. പക്ഷേ ആ ഇരുമ്പ് മറകളെ അപ്രസക്തമാക്കിക്കൊണ്ട് മനുഷ്യർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ സാധ്യമായി എന്നതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാലോ, സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമായതോടുകൂടി കേരളത്തിലെ മതസമൂഹവും ഇന്ന് ഏതാണ്ട് ഇതേ വെപ്രാളത്തിൽ പരക്കം പായുന്ന കാഴ്ചയാണ് കേരളത്തിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളൊക്കെ എത്രയോ സങ്കീർണമായ അവസ്ഥയാണ് മതരംഗത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് നിത്യേന എന്നോണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളാണ്. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും, ഒരു ചെറുപ്പക്കാരനെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെങ്കിലും മതവിശ്വാസത്തെ ചോദ്യം ചെയ്യാത്തവരായിട്ടില്ല എന്ന അവസ്ഥയിൽ കേരളത്തിലെ സമൂഹം പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖല ഏതാണെന്നറിയോ? മനഃശാസ്ത്ര കൗൺസിലിംഗ്. അത് എങ്ങനെയുള്ള കൗൺസിലിംഗ്? മതം പഠിച്ചത്, മതവും മനഃശാസ്ത്രവും കൂടി പഠിച്ച കൗൺസിലർമാർക്ക് ഇപ്പൊ ഭയങ്കര തിരക്കാണ്, കിട്ടാനില്ല. ഇപ്പൊ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് പരിശീലിപ്പിക്കുകയാണ് പുതിയ കൗൺസിലർമാരെ. ഞാൻ വെറുതെ തമാശ പറയുന്നതല്ല, ഡാറ്റയുണ്ട് കയ്യിൽ, തെളിവുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, മതം വിട്ടുപോകുന്ന ആളുകളെ, ചെറുപ്പക്കാരെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തിരിച്ചു മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പഴയ ചാട്ടവാറൊന്നും പ്രയോഗിച്ചിട്ട് ഫലിക്കാത്തത് കൊണ്ട് മനഃശാസ്ത്ര കൗൺസിലിങ്ങിലൂടെ അവരെ കർവാപ്പസി നടത്താൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ ഓടുകയാണ് കേരളത്തിലെ മത നേതാക്കന്മാർ. അതിൻ്റെ കൂടെ തലയിക്കെട്ട് വെച്ച് താടി നീട്ടിയ മൂല്യന്മാരുടെ കരച്ചിലാണ് നമ്മൾ കാണുന്നത്. എത്ര മൂല്യന്മാരാണ് കണ്ണീര് വാർത്തുകൊണ്ട് കരയുന്നത്. മക്കളെ, നിങ്ങൾ ക്ലബ് ഹൗസിൽ കയറല്ലോ, നിങ്ങൾ ഫേസ്ബുക്കിൽ കയറല്ലോ, നിങ്ങൾ യുക്തിവാദികളുടെ പ്രസംഗം കേൾക്കല്ലേ, നിങ്ങൾ അവരുടെ ഇത് വായിക്കാൻ പോവല്ലേ, അവരുമായിട്ട് തർക്കിക്കാൻ പോണ്ട, അവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാതടയ്ക്കൂ, അങ്ങോട്ട് പോവാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദീനിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ കരച്ചിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. അത് പുറത്തു വിടുന്നത് ഈ മൂല്യന്മാരല്ല, മറിച്ച് ഈ മൂല്യന്മാരുടെ കൂടെ നടക്കുന്ന നമ്മളെ ചാരന്മാരാണ്. പള്ളിയിൽ കുത്തുബ പ്രസംഗത്തിൽ ഒരു മൗലിയാർ എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേന്ന് അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും വരികയാണ്. കാരണം മൗലിയാരെ കുത്തുബ കേൾക്കാൻ പോയി ഇരിക്കുന്നതൊക്കെ മുനാഫിക്കുകളാണ്. മൊബൈൽ ഫോൺ ഓണാക്കിയിട്ട് അവിടെ പോയിരിക്കുകയാണ്. എന്നിട്ട് അവർ പിടിക്കുകയാണ്, അവർ പിടിച്ചിട്ട് ഈ പ്രസംഗം പുറത്തു വിടാണ്. സ്വകാര്യം പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു മൂല്യാർക്ക് വേറൊരു മൂല്യാരോട് സ്വകാര്യം പറയാൻ പറ്റില്ല. കാരണം മറ്റേ മൂല്യർ ചിലപ്പോൾ പിറ്റേന്ന് അത് എനിക്ക് ചോർത്തി തരികയാണ്. ഞാൻ വെറുതെ പറയില്ല, ഒരുപാട് മൂല്യന്മാർ ഇപ്പം നമ്മളെ നിത്യവും വിളിക്കുന്നുണ്ട്. മാഷെ, ഞാനും നിങ്ങളാളാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അറിയാതെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയും. പക്ഷെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളെ വീഡിയോ ഒക്കെ കേട്ടിട്ട് ഞമ്മക്കും ശരിയായിക്കണ്, പക്ഷെ നമ്മൾ തൊഴിലിതായി പോയി മാഷെ, ഞാനിപ്പോഴും മദ്രസയിൽ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു മദ്രസ മൂല്യരൻ്റെ വീട്ടിൽ വന്നു. 8-10 കൊല്ലമായാലും ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുകയാണ്, ഇപ്പോഴും പഠിപ്പിക്കുക. കുട്ടികളെ പോരണ്ടേ, വേറെ വഴിയില്ല മാഷെ, എന്താ ചെയ്യുക, വേറെ തൊഴിലില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കൂടെ പരസ്യമായിട്ട് വരാൻ പറ്റില്ല, നിങ്ങളെ മീറ്റിങ്ങിലൊന്നും വന്നിരിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. മൂല്യർ പറഞ്ഞിട്ട് പോയതാ. ഇത് ഫോണിൽ കൂടെ വിളിച്ച് പലരും പറയുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക നമുക്ക്. ആര്? പള്ളീൻ്റെ ഉള്ളിലെ ഖത്തീബ്, മദ്രസേൻ്റെ ഉള്ളിലെ ഉസ്താദ്. ഈ അവസ്ഥയിലേക്ക് കേരളത്തിലെ മതരംഗവും മാറിക്കൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ദീന് പൊളിയുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത്. വെറും മറ പൊളിയുന്ന കാഴ്ചയല്ല. ആ മറ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ദീനിന്റെ ഭീകരമായ പാട്രിയാർക്കിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അടയാളം എന്ന നിലക്കാണ് ആ ഹിജാബ് അവിടെ പൊളിക്കപ്പെടുന്നത്. അല്ലാതെ ഒരു ക്യാൻറ്റീനിൽ വെച്ച സ്ക്രീന് പൊളിക്കലല്ല അത്. നമ്മളിവിടെ കത്തിച്ചതടക്കം ഇന്ന് 10,000-കണക്കിന് തട്ടങ്ങളാണ് ഇറാനിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പെൺകുട്ടികളാണ് മുടി മുറിച്ചുകൊണ്ടിരിക്കുന്നത്. മുടി കൊണ്ട് കൊടി കെട്ടിയിട്ട് ആ കൊടിയാണെന്ന് ഇറാന്റെ അടയാളമായിട്ട് വേൾഡ് മീഡിയ ആഘോഷിക്കുന്നത്. എന്താ പ്രശ്നം? ഒരു പെൺകുട്ടിയുടെ 2 മുടി തട്ടത്തിലൂടെ പുറത്തേക്ക് കണ്ടതിനാണ് പിടിച്ചു കൊണ്ടുപോയിട്ട്
തല്ലിക്കൊന്നത്. അതാണ് മതം. ഈ മതം ഇനി ലോകത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മതം ഇത്രയും നൂറ്റാണ്ടുകളായി ഈ രീതിയിൽ നിലനിന്നത്? അത് നിലനിൽക്കാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ ഫാസിസമാണ്. ഫാസിസ്റ്റ് രീതിയിൽ ഇരുമ്പ് മറക്കുള്ളിൽ നിലനിർത്തിയ ഈ മതത്തിന് ഈ ജനാധിപത്യത്തിന്റെ യുഗത്തിൽ, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ഇനി നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ മതവിശ്വാസം പൊളിഞ്ഞാലും മതസമൂഹം നിലനിൽക്കും കുറെ കാലം കൂടി. കാരണം മതവിശ്വാസത്തെക്കാൾ ശക്തമായ വേരുകളുള്ള ഒന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗോത്രബോധം എന്ന് പറയുന്നത്. ആ ഗോത്രബോധത്തിന്റെ ഒരു വികസിത ആധുനിക രൂപമാണ് ഇന്നത്തെ സാമുദായികമായ സ്വത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാം മതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട, അള്ളാലും ഖുർആനിലും നബിയിലും ഒന്നും വിശ്വാസമില്ലാത്ത നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ എനിക്കറിയാം. പക്ഷെ അവർക്കൊക്കെ മുസ്ലിം എന്നുള്ള ആ വികാരമുണ്ട്, മുസ്ലിം എന്നുള്ള ആ സ്വത്വബോധമുണ്ട്. കാരണം ഈ സ്വത്വം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ അവർക്കൊരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത്തരം ഗോത്രീയമായ സ്വത്വങ്ങളില്ലാത്ത ഒരു വിശ്വപൗരൻ എന്ന ഉയർന്ന ബോധത്തോടു കൂടിയുള്ള ഒരു പുതിയ സ്വത്വബോധം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരാൻ ഇനിയും കുറെ കാലമെടുക്കും. അത് രൂപപ്പെട്ടു വരുന്നത് വരെയും ഈ പഴയ ഗോത്രീയമായ സ്വത്വങ്ങളിൽ മനുഷ്യർക്ക് അള്ളിപ്പിടിച്ചിരിക്കേണ്ടി വരും. വിശ്വാസ കഥകളെല്ലാം പൊള്ളയാണ് എന്ന് മനസ്സിലാക്കിയാലും മനുഷ്യർക്ക് സമുദായം എന്ന രീതിയിൽ പലപ്പോഴും ഒരുമിച്ച് നിൽക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ വിശ്വനാഥൻ ഡോക്ടറൊക്കെ ഇവിടെ വിശദമായി പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ന് ചില വിഭാഗം ആളുകളുടെ ജീവിക്കാനുള്ള അവകാശത്തെ, അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഗോത്രീയതയെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും നീചമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ മുമ്പിലും ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഞാനൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് ഉണ്ട് ഈ ഒരു സാഹചര്യത്തിന്റെ മുമ്പിൽ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നിയ, മണിക്കൂറുകളോളം എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ ഒരു പക്ഷെ അത്ഭുതപ്പെടും. ബാബറി മസ്ജിദ് പൊളിക്കുന്ന സംഭവമായിരുന്നു. ഞാൻ ഒരു പള്ളി പൊളിക്കുന്നതിന് എതിരല്ല, ഒരു പള്ളി അവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളോ ഒരു മതവിശ്വാസിയോ അല്ല. ബാബറി മസ്ജിദ് പൊളിക്കുന്ന അന്നും ഞാൻ യുക്തിവാദി സംഘത്തിന്റെ സജീവ പ്രവർത്തകൻ. പക്ഷെ ആ പള്ളി പൊളിക്കുന്ന രംഗം കണ്ട് ശബ്ദമിടറിപ്പോയി. എന്തുകൊണ്ട്? അവിടെ പൊളിഞ്ഞു വീഴുന്നത് ഒരു പള്ളിയുടെ കുബ്ബകൾ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ മിനാരങ്ങൾ ആയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയിൽ നിലനിന്ന് പോന്നിട്ടുള്ള, അല്ലെങ്കിൽ നിലനിൽക്കണമെന്നും വളരണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ജനാധിപത്യത്തിന്റെ, മതനിരപേക്ഷതയുടെ, ബഹുസ്വരതയുടെ, സംസ്കാരത്തിന്റെ പ്രതീകങ്ങൾ എന്ന നിലക്കായിരുന്നു ആ പള്ളി അവിടെ തകർന്നത്. അതുകൊണ്ടാണ് സങ്കടം വന്നത്. കാരണം നമ്മളൊക്കെ എന്ത് ലക്ഷ്യം വെച്ചാണോ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പ്രവർത്തനങ്ങൾ മുഴുവനും അപ്രസക്തമാകുന്ന ഒരനുഭവമായിരുന്നു അത്. ഇനി നമ്മളൊക്കെ എന്ത് ചെയ്യും, നമുക്കൊക്കെ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ, നിരാശയിലേക്കാണ് അതൊക്കെ നമ്മളെ തള്ളിവിട്ടത്. അതുതന്നെയാണ് ഇന്നും രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥ. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഇന്ന് വന്നു ചേർന്നിട്ടുള്ള ഈ ഒരു സാഹചര്യം മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ ഇന്ത്യയിലെ സമൂഹത്തെ നോക്കി, ഇന്ത്യയുടെ സമൂഹത്തിന്റെ ഘടന നോക്കി, ആ സമൂഹത്തിൽ നമ്മളുടെ സ്ഥാനം എന്ത് എന്ന് കണ്ടെത്തി, നമ്മൾ പ്രവർത്തിക്കേണ്ട മേഖല എന്ത് എന്ന് കണ്ടെത്തി, ആ മേഖലയിൽ നമ്മൾ എന്ത് ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന കൃത്യമായ ദിശാബോധത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രവർത്തനങ്ങൾ മുഴുവൻ അപ്രസക്തമാകുന്ന രീതിയിൽ ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യവും ഈ രീതിയിലുള്ള ഒരു വെല്ലുവിളിയെ നേരിടുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ടാണ് സങ്കടം വന്നത്. ഇന്ന് കേരളത്തിലെ അവസ്ഥ, കേരളത്തിലെ സാഹചര്യങ്ങൾ എന്താണ്? കേരളത്തിൻ്റെ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ട് കാലത്തെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഒരുപാട് മനുഷ്യസ്നേഹികളായ
പരിഷ്കർത്താക്കൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ കഠിനമായ പ്രയത്നങ്ങളിലൂടെ നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് കേരളീയ സമൂഹത്തിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി ഒരു ബഹുസ്വര സംസ്കാരത്തോടുകൂടി, കുറെ കൂടി ജനാധിപത്യ ബോധത്തോടുകൂടി മനുഷ്യരെ സമുദായങ്ങളുടെയും മതത്തിൻ്റെയും പേരിൽ അന്യരോട് ഇത്ര അധികം വിദ്വേഷമില്ലാത്ത ഒരു സമൂഹമായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ പരസ്പരം കല്യാണം കഴിച്ച് കുടുംബങ്ങളായി ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ കല്യാണം കഴിച്ച് ഗർഭപാത്രങ്ങളിൽ ജാതിയും മതവും ഇല്ലാതായ കുട്ടികൾ ജനിച്ച നാടാണ് കേരളം. എൻ്റെ വീട്ടിലടക്കമുള്ള കുട്ടികൾ. ആ നാട്ടിലാണ് ഇന്ന് വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഈ പറയുന്ന വിഭാഗീയതയുടെയും വിഷവിത്ത് വിതച്ചുകൊണ്ട് സമൂഹത്തെ വീണ്ടും ധ്രുവീകരിക്കാനുള്ള തീവ്രമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന് ചൂട്ടുപിടിക്കാൻ സ്വതന്ത്ര ചിന്തയുടെ വ്യാജ ബാനർ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുന്നത് അതിൻ്റെ തനിരൂപമാണ് വിശ്വനാഥൻ ഡോക്ടർ ഇവിടെ തുറന്നു കാണിച്ചത്. ഞാൻ എൻ്റെ വിഷയം അതിലേക്കൊന്നും മാറിപ്പോകുന്നില്ല, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ദീന് ദുനിയാവിനെ ഈ രീതിയിൽ വരിഞ്ഞു മുറുക്കിയത്? ഈ മതം, ദീൻ എന്ന് പറയുന്ന മതം, ഈ മതങ്ങളെല്ലാം, എല്ലാ മതങ്ങളും ഏറെക്കുറെ രൂപപ്പെട്ടിട്ടുള്ളത് ഗോത്രകാലത്താണ്. അന്ന് ഈ മതങ്ങൾക്കെല്ലാം അതിൻ്റെതായ ഒരു സാമൂഹ്യ പ്രസക്തി ഉണ്ടായിരുന്നു, അതിൻ്റെതായ ഒരു കൃത്യമായ ധർമ്മമുണ്ടായിരുന്നു നിർവഹിക്കാൻ. എന്താണ് ഗോത്രകാലത്ത് ഈ മത തത്വസംഹിതകൾ നിർവഹിച്ച ദൗത്യം? അത് ആ ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനും ഗോത്രങ്ങളെ വികസിപ്പിക്കാനും ഒരു ഗോത്രത്തിന് തൊട്ടപ്പുറത്തുള്ള മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കാനും ഒക്കെ ഗോത്രത്തിലുള്ള ജനതയെ ഒരുമിപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തണമെങ്കിൽ അവരെ എല്ലാവരെയും ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ അനുസരിപ്പിക്കേണ്ടതുണ്ട്. പ്രജാബോധമുള്ള ഗോത്രജനതയെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഗോത്ര നേതാവ് അല്ലെങ്കിൽ ഗോത്രത്തലവൻ പറയുന്ന ആജ്ഞകളെ തിരുവായ്ക്ക് എതിർവായില്ലാതെ അനുസരിക്കുന്ന റോബോട്ടുകളെ പോലെ പ്രവർത്തിക്കുന്ന പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ മതം പോലുള്ള കഥകളെ തന്ത്രപൂർവം അന്ന് ആളുകൾ സൃഷ്ടിച്ചതും ഉപയോഗപ്പെടുത്തിയത്. ഇപ്പൊ ബൈബിളിലെ പഴയ നിയമത്തിലെ കഥ നേരത്തെ രാവിലത്തെ സെഷനിൽ ജോർജ് ഇവിടെ പറയുകയുണ്ടായി. എന്താണ് പഴയ നിയമത്തിലെ കഥ? അത് നാടോടികളായി മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നിരുന്ന ഒരു ഗോത്ര ജനതയെ, ആ ഗോത്ര ജനത ആ കാലഘട്ടത്തിൽ നേരിട്ടിരുന്ന പ്രതിസന്ധികളെല്ലാം സമർത്ഥമായി അഭിമുഖീകരിച്ചുകൊണ്ട് നിലനിർത്തിപ്പോരുകയും അതിജീവിക്കുകയും ചെയ്തതിൻ്റെ ചരിത്രം ആ ഗോത്ര ജനതയുടെ പുതിയ തലമുറയ്ക്ക് പഴയ തലമുറക്കാർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയ കഥകളാണ്. അതിൽ ചരിത്രത്തിന്റെ ചെറിയ അംശങ്ങളുണ്ടാവും. ഒരു 5% ചരിത്രവും ബാക്കി 95% കെട്ടുകഥകളുമാണ്. അങ്ങനെയുള്ള കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ഗോത്രത്തിന്റെ മഹിമ നമ്മുടെ ഗോത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പഴയ തലമുറക്കാർ പകർന്നു നൽകിയിരുന്നത്. അത് കേട്ട് വീരശൂര പരാക്രമികളായി തങ്ങളുടെ ഗോത്രത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന പ്രജകളെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇത്തരം കഥ പറച്ചിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഗോത്രകാലത്ത് ഇത്തരം മതങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു, വളരെയധികം പ്രയോജനങ്ങളുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യൻ ഇന്ന് ആ ഗോത്രഘടനയിൽ നിന്ന് വളരെയേറെ മാറിപ്പോയി. ഗോത്രങ്ങൾ പോയി, രാജ്യങ്ങൾ വന്നു, രാജ്യങ്ങൾ ചേർന്ന് സാമ്രാജ്യങ്ങൾ വന്നു. സാമ്രാജ്യങ്ങളുടെ കാലഘട്ടവും കഴിഞ്ഞ് ഇന്ന് മനുഷ്യർ മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്. ഇന്ന് രാജ്യങ്ങളുടെ അതിർത്തികൾക്ക് പോലും പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിധത്തിൽ ആഗോള മനുഷ്യരുടെ ഒരു സമൂഹമായിട്ട് ജീവിക്കാനാണ് ആധുനിക മനുഷ്യൻ ശ്രമിക്കുന്നത്. അതിനുള്ള ആശയങ്ങളാണ് ആധുനിക മനുഷ്യർ ഇന്ന്
പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ മതങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയായി മാറുന്നത്. മതങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ അജണ്ടകളും ആധുനിക കാലത്തെ മനുഷ്യന്റെ മുമ്പിൽ അപ്രസക്തമാകുന്നത് ഇവിടെയാണ്. അന്ന് ഗോത്രമനുഷ്യരോട്, ഈ പ്രജാബോധമുള്ള ഗോത്രമനുഷ്യരോട് മതം പറഞ്ഞത്, ഇസ്ലാം മതത്തിന്റെ ആ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്, നിങ്ങളാരും ദുനിയാവിലേക്ക് ചാഞ്ഞു പോകരുത് എന്നാണ്. ഇസ്ലാം മതത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത് ദുനിയാവിലേക്ക് ചായാൻ പാടില്ല. എന്താ ദുനിയാവിലേക്ക് ചായ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജീവിതത്തെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ഇവിടെ ജനിച്ചിട്ടുള്ളത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ല, ജീവിതത്തിന്റെ സന്തോഷങ്ങളും ആഘോഷങ്ങളും പങ്കിട്ടുകൊണ്ട് സമാധാനപൂർണമായിട്ട് ഇവിടെ ജീവിച്ചു മരിക്കാനല്ല നിങ്ങളെ നമ്മളുടെ ഗോത്രദൈവം സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് നമ്മുടെ ഗോത്രത്തിനു വേണ്ടി പടപൊരുതി ചാവാനും കൊല്ലാനുമാണ് എന്ന് പഠിപ്പിക്കാനാണ് ഈ കഥ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് ചായുന്നു എന്ന് കണ്ടാൽ അതിനെ പാപമായി അവതരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളിൽ നിന്നും ഈ പ്രജാബോധമുള്ള മനുഷ്യരെ മാറ്റി നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മതം നിയമസംഹിതകൾ രൂപപ്പെടുത്തിയത്. അതിനനുസരിച്ച് കുട്ടികൾ ജനിക്കുമ്പോൾ മുതലേ കുട്ടികളെ ഭയപ്പെടുത്തി വന്നു. ഇന്ന് മതവിശ്വാസം നഷ്ടപ്പെടുന്ന പല ആളുകളും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരുപാട് ആളുകളെ ഈ മതത്തിന്റെ രംഗത്ത് ഇപ്പോഴും പിടിച്ചു നിർത്തുന്നതിന് കാരണമാകുന്നത് അകാരണമായ ഭയമാണ്. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കെ അവരുടെ തലച്ചോറിനകത്തേക്ക് ഇടിച്ചു കയറ്റിയതാണ് ഈ ഭയം. 2-3 തരത്തിലുള്ള ഭയമാണ്. ഒന്ന്, ഈ ജീവിതത്തിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സമൂഹത്തിന്റെ വക ശിക്ഷ ലഭിക്കും, നിങ്ങളെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തും, കഷ്ടപ്പെടുത്തും, നിങ്ങളുമായിട്ട് ആരും സഹകരിക്കുകയില്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തും, അതുകൊണ്ട് നിങ്ങളിവിടെ ബുദ്ധിമുട്ടും എന്ന ഇഹലോക ഭയം. അതുകൂടാതെ പരലോകത്ത് നിങ്ങളെ നരകത്തിലിടും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് ഈ ഭീതി പരത്തുകയാണ്. അങ്ങനെ ഈ ഭീതിയിൽ വളരുന്ന കുട്ടികൾക്ക് ഒരിക്കലും മാനസികമായ ആരോഗ്യമുണ്ടാവില്ല. അവർ മാനസിക രോഗികളായിട്ടാണ് മാറുക. അതല്ലെങ്കിൽ അവര് ഇത് രണ്ടും തമ്മിലുള്ള ഈ സംഘർഷം കാരണം ജീവിതത്തോടുള്ള മനസ്സിന്റെ സ്വാഭാവികമായ നൈസർഗികമായ ചായ്വും വിശ്വാസം, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വിശ്വാസം, അതിനെതിരെ നിൽക്കുന്നതും, ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സുകളിൽ സംഘർഷമുണ്ടാക്കുകയും ആ സംഘർഷത്തിന്റെ ഫലമായിട്ട് ഈ മനുഷ്യരിൽ നല്ലൊരു വിഭാഗം ആളുകൾ മാനസിക രോഗികളായിട്ടോ ക്രിമിനലുകളായിട്ടോ മാറുന്നു. ഇത്തരത്തിലുള്ള മതം കുത്തിവെക്കപ്പെടുന്ന കുട്ടികളിൽ വലിയൊരു വിഭാഗം ആളുകൾ കൗമാരപ്രായം കഴിയുമ്പോഴേക്ക് ക്രിമിനൽ കുറ്റവാളികളായി മാറുന്നതിന്റെ മനഃശാസ്ത്ര കാരണം ഇതാണ്. കാരണം അവർക്ക് മാനസികമായി സന്തോഷവും സമാധാനവും ലഭിക്കേണ്ട പ്രായത്തിൽ, ശരിയായ വിദ്യാഭ്യാസവും ശിക്ഷണവും സ്നേഹവും ലഭിക്കേണ്ട പ്രായത്തിൽ അവരെ ഭയപ്പെടുത്തുന്ന ഈ മുത്തശ്ശി കഥകൾ, ഈ കെട്ടുകഥകൾ മാത്രമാണ് അവരെ അടക്കി വാണിരുന്നത്. അതിന്റെ ദുരന്ത ഫലമാണ് ഈ മാനസിക രോഗികളായിട്ടും ക്രിമിനലുകളായിട്ടും മാറുന്ന മാനസിക ആരോഗ്യമില്ലാത്ത ഒരു സമൂഹം. അതാണ് മതം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മതം മനുഷ്യരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ പീഡിപ്പിക്കൂ എന്നാണ്. നിങ്ങൾ നിങ്ങളെപ്പോലും സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം മതം. നിങ്ങൾ മുഹമ്മദ് നബിയാണ് സ്നേഹിക്കേണ്ടത് എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പാടില്ല, നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാൻ പാടില്ല, നിങ്ങളുടെ ബാപ്പാനെയും ഉമ്മാനെയും ഭാര്യനെയും മക്കളെയും സഹോദരങ്ങളെയും ഒന്നും സ്നേഹിക്കാൻ പാടില്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനെ ലോകത്തുള്ളൂ. ആ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് നബി. യുദ്ധത്തിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജീവനേക്കാൾ എൻ്റെ ജീവനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉഹുദ് യുദ്ധത്തിൽ ഓരോരുത്തരായിട്ട് സംരക്ഷണത്തിന് വിളിച്ചിട്ട് 7-8 പേര് മുഹമ്മദിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ രക്തസാക്ഷികളായത് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കൂ, എൻ്റെ ജീവനെ രക്ഷിക്കൂ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കരുത്, നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കരുത് എന്ന് പറയുകയും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ തന്നെ പീഡിപ്പിക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന ആശയങ്ങളാണ് മതം കുത്തിവെക്കുന്നത്. എല്ലാ മതങ്ങളും
സ്വയം പീഡനത്തിനാണ് ആവശ്യപ്പെടുന്നത്. എന്തിനാണ് മനുഷ്യർ ബലിയർപ്പിക്കുന്നത്? എന്തിനാണ് നോമ്പ് നോൽക്കുന്നത്? എന്തിനാണ് അമ്പലത്തിൽ പോയിട്ട് ശയനപ്രദക്ഷിണം നടത്തുന്നത്? എന്തിനാണ് കവിളിൽ കൂടെ ശൂലം കുത്തിയിറക്കുന്നത്? എന്തിനാണ് വാളെടുത്ത് വെട്ടിയിട്ട് റാത്തീബ് നടത്തുന്നത്? എന്തിനാണ് കത്തിയെടുത്ത് കുത്തിയിട്ട് അള്ളാഹു അക്ബർ വിളിക്കുന്നത്? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നമ്മളെ തന്നെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും പറ്റുമെങ്കിൽ നമ്മളെ തന്നെ ബലി നൽകിക്കൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് പടപൊരുതി മരിക്കുകയും ചെയ്യുക. കൂട്ടത്തിൽ കുറെ ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്താൽ ഈ ചോരക്കൊതിയന്മാരായ ഗോത്ര ദൈവങ്ങൾ സന്തോഷിക്കുമെന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യർ ഇതെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞ് ജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്കും ആഹ്ലാദങ്ങളിലേക്കും മനുഷ്യർ ചായ്ഞ്ഞു തുടങ്ങിയപ്പോൾ മതം പ്രതിസന്ധിയിലാവുന്നു എന്ന് പറഞ്ഞ് മതമൗലികവാദികൾ കരയാൻ തുടങ്ങുന്നത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ മതത്തിന്റെ ആളുകൾ തിരിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. നമ്മളൊക്കെ ഒരുപാട് തവണ മറുപടി പറഞ്ഞ കഴിഞ്ഞ കാര്യമാണത്. നിങ്ങൾ ഈ മതവിശ്വാസം വേണ്ട, ദൈവവിശ്വാസം വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സമൂഹത്തെ തള്ളിവിടുന്നത് അധാർമികതയിലേക്കല്ലേ എന്നാണ് ചോദ്യം. ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം ധാർമ്മികത എന്ന് പറഞ്ഞാൽ മതം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ന് തെറ്റായി പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്, അങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. എന്താണ് ധാർമ്മികത? മതത്തിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യനും ദൈവങ്ങളും തമ്മിലുള്ള ഇടപാടുകളാണ്. ഗോത്രകാലത്തുണ്ടായ മതങ്ങളുടെ എല്ലാ ദൈവങ്ങളും ഗോത്ര ദൈവങ്ങളാണ്. ഇന്ന് ആഗോള ദൈവങ്ങളാക്കിയൊക്കെ ഊതി വീർപ്പിക്കുന്നുണ്ടെങ്കിലും ആ ദൈവങ്ങളെയൊക്കെ നമ്മൾ എടുത്ത് ശരിക്ക് പരിശോധിച്ചാൽ അറിയാം, ലക്ഷണമൊത്ത ഗോത്ര ദൈവങ്ങൾ തന്നെയാണ് ഈ പറയുന്ന അള്ളാഹുവും യഹോവയും അടക്കമുള്ള എല്ലാ ദൈവങ്ങളും. ഈ ദൈവങ്ങൾക്ക് വേണ്ടി ആ ദൈവങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ദൈവങ്ങളുടെ ഏജന്റുമാരായി വന്ന വെളിച്ചപ്പാടുകളും പ്രവാചകന്മാരും അന്നത്തെ ഗോത്ര മനുഷ്യരോട് പറഞ്ഞു കൊടുത്ത കുറെ ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട്. അതാണ് ധാർമ്മികത എന്നാണ് മതവിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ദൈവവും മതവും മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകളിൽ ആണ് ധാർമ്മികതയുടെ മാനദണ്ഡമായിട്ട് മതം കാണുന്നത്. അപ്പൊ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ കൊല്ലുക, ചാവുക, ബലിയർപ്പിക്കുക, ശൂലം കുത്തുക, നോമ്പെടുക്കുക, ദിവസം 5 നേരം തലകുത്തി നിസ്കരിക്കുക, ദൈവത്തിന്റെ മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന് വഴിപാട് നേർന്നു കൊടുക്കുക, ദൈവത്തിന് ചോര കൊടുക്കുക, മൃഗങ്ങളെ ബലി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട ദൈവിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കലാണ് ഏറ്റവും വലിയ ധാർമ്മികത എന്നാണ് മതം പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ സഹജീവികളായ മനുഷ്യരോട് പെരുമാറേണ്ടതിനെ കുറിച്ചുള്ള ചില ഗോത്രകാലത്തെ ചട്ടങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. ഈ ഗോത്രകാലത്തെ ചട്ടങ്ങളില് എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ആധുനിക മനുഷ്യന്റെ ധാർമ്മിക മൂല്യം നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല. അവിടെ മനുഷ്യനെ പല തട്ടുകളിലായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. അവിടെ വിശ്വാസി അവിശ്വാസി എന്ന തട്ട് കാണാം, അവിടെ അടിമ ഉടമ എന്ന വ്യത്യാസം കാണാം, അവിടെ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം കാണാം, അവിടെ പ്രിവിലേജ് കൂടിയവരും കുറഞ്ഞവരും ഉച്ചനീചത്വമുള്ള സമൂഹത്തിലെ ശ്രേണീകൃതമായ പല തട്ടുകൾ കാണാം. ആ ഓരോ തട്ടിലും പെട്ട ആളുകളുടെ അവകാശങ്ങളും അവരുടെ കർത്തവ്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ജീവിതത്തിലെ എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന ആധുനിക ധാർമ്മിക തത്വം ഈ മതപുസ്തകങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ജീവിക്കാനുള്ള ഒരുപാട് ആളുകളുടെ അവകാശങ്ങൾക്ക് നേരെ മതം കത്തിയോങ്ങുന്നത്. മതം ഉപേക്ഷിച്ചു പോയ ഒരാൾക്ക് വായു ശ്വസിച്ചിവിടെ ജീവിക്കാൻ അവകാശമില്ല എന്നാണ് മതം പഠിപ്പിക്കുന്നത്. കേരളത്തിലെ 5ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകത്തിൽ നിസ്കരിക്കാത്തവനെ കൊല്ലണം എന്ന് പഠിപ്പിച്ചിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ. കഴിഞ്ഞ കൊല്ലം നമ്മളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി അത് നാടാകെ ചർച്ച ചെയ്തപ്പോൾ ആ പാഠം പിൻവലിച്ചു. അതുവരെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും അറബി ഭാഷയിൽ പഠിപ്പിക്കുന്ന പല പാഠങ്ങളിലും ഇതിനേക്കാൾ അപകടകരമായ ആശയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മതം ഉപേക്ഷിച്ചു പോയവനെ കൊല്ലണം എന്ന് ഇപ്പോഴും മദ്രസ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിച്ചപ്പോൾ
ശ്രദ്ധയിൽപ്പെട്ടു. ലിയാഖത്തലിയൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ആ ക്ലാസ് എടുക്കണ ഉസ്താദിന്റെ ക്ലാസ് കൊടുത്തിരുന്നു. മതം ഉപേക്ഷിച്ച് പോകുന്നതിനെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലണം എന്നാ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മളെന്താ പറയുന്നത്? മതം ഉണ്ടോ ഇല്ലേ, ഏത് മതം, ഏത് സംസ്കാരം, ആണോ പെണ്ണോ, ജാതി ഏത്, മതമേത്, വർഗമേത്, വംശമേത്, ഭാഷ ഏത്, ഒന്നും നോക്കണ്ട. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾക്കും അർഹതയുണ്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ള അർഹതയുണ്ട്. എല്ലാവർക്കും ഈക്വൽ ഡിഗ്നിറ്റി ഉണ്ട്, തുല്യ അന്തസ്സുണ്ട്, തുല്യ അവസരങ്ങളുണ്ട്, തുല്യ അവകാശങ്ങളുണ്ട് എന്നതാണ് ആധുനിക മനുഷ്യന്റെ ധാർമ്മികതയുടെ മാനദണ്ഡം. ഈ മാനദണ്ഡം വരുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഇടപാടിന്റെ അടിസ്ഥാനത്തിലല്ല, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് മതവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ധാർമ്മികതയെ കാണുന്നത് സാമൂഹ്യ ജീവിതം നയിക്കുന്ന മനുഷ്യർ, വ്യക്തികൾ പരസ്പരം ഉണ്ടാവേണ്ട പാരസ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ആശയങ്ങളാണ് ധാർമ്മികത എന്ന് പറയുന്നത്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ ചട്ടങ്ങളും വ്യവസ്ഥകളുമാണ് നമ്മൾ ധാർമ്മികതയുടെ ചട്ടങ്ങളും വ്യവസ്ഥകളുമായിട്ട് അംഗീകരിക്കുന്നത്. അവിടെ ദൈവത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അവിടെ LGBT വിഭാഗത്തിൽ ജനിക്കുന്ന മനുഷ്യർ, ലൈംഗിക ന്യൂനപക്ഷമായിട്ടുള്ള മനുഷ്യർ, സ്ത്രീകൾ, പുരുഷന്മാർ, ഏത് സമൂഹത്തിൽ ജനിച്ചാലും ഏത് സംസ്കാരത്തിൽ വളർന്നാലും ശരി, മനുഷ്യരായി പിറന്ന എല്ലാവർക്കും തുല്യമായ അന്തസ്സും തുല്യമായ അവകാശവും അംഗീകരിച്ചു കൊടുക്കുക എന്നതാണ് ആധുനിക മനുഷ്യന്റെ ധാർമ്മിക മൂല്യം. എന്നാൽ മതം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ധാർമ്മികതയെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ മതം പോയാൽ ധാർമ്മികത ഇല്ലാതാവുകയല്ല ചെയ്യാം, മതം പോയാലേ യഥാർത്ഥ ധാർമ്മികത രൂപപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ മതത്തെ ആധുനിക ധാർമ്മികതക്കനുസരിച്ച് പരിഷ്കരിച്ച് നന്നാക്കുക തന്നെ വേണം. ആ പ്രക്രിയയാണ് ഇപ്പോൾ സൗദി അറേബ്യയിലടക്കം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. LGBT ഒക്കെ അംഗീകരിച്ചു. 2 രാജ്യങ്ങളിൽ LGBT ആണ് ഒരാളെന്ന് അറിഞ്ഞാൽ വധശിക്ഷ നൽകാൻ നിയമമുണ്ട്. ഉഗാണ്ട, പിന്നെ ഒരു ബ്രൂണെ എന്ന് പറയുന്ന ഒരു സുൽത്താൻ ഭരിക്കുന്ന രാജ്യമുണ്ടല്ലോ, ബ്രൂണെ. അടുത്ത കാലത്താണ് ബ്രൂണയിലെ നിയമം കൊണ്ടത്. ഒരാള് ലൈംഗിക ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളാണ്, സ്വകാര്യ സ്വവർഗ ലൈംഗിക ജീവിതം ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പരസ്യമായി പറഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ നൽകണമെന്ന് നിയമമുള്ള 2 രാജ്യങ്ങൾ ഇന്നും ലോകത്തുണ്ട്. അവിടെയാണ് ഇന്ന് മതരാജ്യങ്ങൾ പോലും അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ നൈസർഗികമായ പ്രകൃതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അംഗീകരിക്കുന്ന തരത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ബഹുസ്വരത, മനുഷ്യന്റെ വൈവിധ്യങ്ങള്, സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങള്, ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗം മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബഹുസ്വര സംസ്കാരം, മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള ലിബറൽ രാജ്യങ്ങളിൽ, ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് ഏറ്റവും ധാർമ്മികമായിട്ടുള്ള ഒരു സംസ്കാരമായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മതം മാത്രമാണ് ഇന്നും അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് മുന്നേറുന്നതിന് മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. മതം മനുഷ്യന്റെ ജീവിതത്തെ, ഈ ദുനിയാവിലുള്ള ജീവിതത്തെ നിഷേധിക്കുകയും സന്തോഷങ്ങളെയും എല്ലാ തരത്തിലുള്ള ആഹ്ലാദങ്ങളെയും നിഷേധിക്കുകയും പകരം മനുഷ്യനെ വെറും ഒരു യന്ത്രമാക്കി മാറ്റുകയും മനുഷ്യനെ തന്നെ സ്വയം പീഡിപ്പിക്കാനും സഹജീവികളെ പീഡിപ്പിക്കാനുമുള്ള ഒരു ഭീകരമായ മാനസികാവസ്ഥയിലേക്ക് തള്ളിവിടുകയുമാണ് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് മതത്തിന് ഇന്നും ഈ ജനാധിപത്യ മൂല്യങ്ങളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബഹുസ്വരതയുടെ മൂല്യങ്ങളെയോ ധാർമ്മിക മൂല്യങ്ങളെയോ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇന്നും ഇതിന്റെ എല്ലാം മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് മതത്തിന്റെ ഇത്തരത്തിലുള്ള ശാഠ്യങ്ങളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് തന്നെ ആധുനിക മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് എവിടെ തുടങ്ങണം?
കൊച്ചുകുട്ടികളായിരിക്കെ ഈ ഭീകരമായിട്ടുള്ള മതകഥകളെ പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്തുകൊണ്ട് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് മാനസിക രോഗികളും ക്രിമിനലുകളുമാക്കുന്ന ഈ സംവിധാനത്തിനു പകരം കുഞ്ഞുങ്ങൾക്ക് ശരിയായ ധാർമ്മികതയുടെ പാഠങ്ങൾ പരിശീലിപ്പിക്കുകയും ഭയപ്പാടില്ലാതെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും അതോടൊപ്പം സഹജീവികളെ എല്ലാവരെയും സഹജീവികളായി കണ്ട് സ്നേഹിക്കാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ശരിയായ വിദ്യാഭ്യാസ രീതി വിദ്യാലയങ്ങളിലും കുടുംബങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടനയുടെ ധാർമ്മിക മൂല്യങ്ങളായി ഈ പറഞ്ഞ ഏറ്റവും ആധുനികമായ മൂല്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പാഠശാലകളിലോ വീടുകളിലോ എന്താണ് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആധുനിക ധാർമ്മിക മൂല്യമെന്ന് പഠിപ്പിക്കുന്നില്ല, പരിശീലിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ സദസ്സിന്റെ മുമ്പിലൂടെ ഈ സമൂഹത്തോട് പറയാനുള്ളത്, ഇനി നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം നമ്മുടെയൊക്കെ വീടുകളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെങ്കിലും നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളുന്ന ആധുനിക സമൂഹം അംഗീകരിക്കുന്ന ബഹുസ്വരതയുടെ ധാർമ്മിക മൂല്യം, ജനാധിപത്യത്തിന്റെ ധാർമ്മിക മൂല്യം, മനുഷ്യ തുല്യതയിൽ ഊന്നിക്കൊണ്ടുള്ള ധാർമ്മിക സങ്കല്പങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും കാലം നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നു വന്ന ഈ മതാധിപത്യത്തിന്റെ എല്ലാ ദൂഷ്യങ്ങളെയും അകറ്റിക്കൊണ്ട് ഒരു നല്ല മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധ്യമാകൂ. അത്തരം ഒരു മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിർബാധം ഇനിയും തുടരേണ്ടതുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് നമ്മൾ ഇന്ന് നടത്തിയ ഈ പരിപാടിയെ കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഇതുപോലുള്ള പരിപാടികളുമായിട്ട് ഇനിയും സഹകരിക്കണമെന്നും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് ഈ മാനവികതയുടെ പുതിയ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.